എന്തുകൊണ്ടാണ് ഒടുവിൽ ഇടതു സർക്കാർ ക്ഷണിച്ചിട്ടും വി.ഡി. സതീശൻ വിഴിഞ്ഞത്ത് പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന കമ്മീഷനിൽ നിന്നും വിട്ടുനിൽക്കാൻ തീരുമാനിച്ചത്? വിഴിഞ്ഞം പദ്ധതി കൊണ്ടുവന്ന് ഉമ്മൻചാണ്ടി വിസ്മരിച്ച് ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ മുഖ്യമന്ത്രി ശ്രമിക്കുന്നു, അതുകൊണ്ടാണോ? പദ്ധതിയുടെ ഭാഗമായി ഉണ്ടാക്കിയ കോടികളുടെ പാക്കേജുകൾ ഇതുവരെ യാഥാർത്ഥ്യമാക്കിയിട്ടില്ല, അതുകൊണ്ടാണോ? അതോ 9 വർഷമായി റെയിൽ റോഡ് കണക്ടിവിറ്റി ഉണ്ടാക്കാനും സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞിട്ടില്ല, ഇനി ഇതാണോ? അതുമല്ല. എന്താണ് കാരണം? ബി.ജെ.പിയും CPM-ഉം ഒന്നു ചേർന്നാണോ പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷികം വിഴിഞ്ഞം കടപ്പുറത്ത് കൊണ്ട് ആഘോഷിക്കുന്നത്? അതെ, അതാണ് യഥാർത്ഥത്തിൽ വി.ഡി. സതീശൻ ആ പ്രധാനമന്ത്രി പങ്കെടുക്കുന്ന ചടങ്ങിൽ പങ്കെടുക്കാതിരിക്കുന്നതിൻ്റെ യഥാർത്ഥമായ കാരണം. കോൺഗ്രസിലെ മറ്റാർക്കും ഒരു ചുക്കും മനസ്സിലായില്ലെങ്കിലും വി.ഡി. സതീശന് തുടക്കം മുതലേ കാര്യങ്ങളുടെ പോക്ക് എങ്ങോട്ടാണെന്ന് വ്യക്തമായി മനസ്സിലായിരുന്നു എന്ന് വേണം കരുതാൻ. അതല്ലേ സതീശൻ ഇപ്പോൾ വ്യക്തമായി ഈ അവസാന നിമിഷത്തിൽ തന്നെ തുറന്നടിച്ചത്. വല്ലവരും ചെയ്തതിൻ്റെ പ്രത്യുത്തരം ഏറ്റെടുക്കുക എന്നത് മാത്രമാണ് മുഖ്യമന്ത്രിയുടെ സ്ഥിരം പരിപാടി. പക്ഷേ അതല്ല കാര്യം. പ്രധാനമന്ത്രിയാണ് വിഴിഞ്ഞം പദ്ധതി ഉദ്ഘാടനം ചെയ്യാനായി വരുന്നത്. കേരള സർക്കാരാകട്ടെ ഈ ചടങ്ങിനെ ഇടത് സർക്കാരിൻ്റെ 4ാം വാർഷിക പരിപാടിയാക്കി മാറ്റി അതിൻ്റെ കൂടെ അങ്ങ് ചേർത്ത് വെച്ചു. ഇത് കാശ് ലാഭിക്കാനും വാർഷിക പദ്ധതിയുടെ കണക്ക് ടാലിയാക്കാനുമായിട്ട് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ചെയ്തു വെച്ചൊരു കൂടോത്രമാണെന്ന് ആർക്കും മനസ്സിലായില്ലെങ്കിലും സതീശന് മനസ്സിലായി. അതുകൊണ്ട് തന്നെയാണ് ചടങ്ങ് വായിച്ചപ്പോൾ വിഴിഞ്ഞം പദ്ധതി ഉദ്ഘാടനം ചെയ്യുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. പക്ഷേ അത് കൊണ്ട് വകകൊള്ളിച്ചിരിക്കുന്നത് ഇടത് സർക്കാരിൻ്റെ 4ാം വാർഷിക പരിപാടിയുടെ വേസ് ആൻഡ് മീൻസ് ഇനത്തിൽ. അതുകൊണ്ട് തന്നെയാണ് 4ാം വാർഷിക പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ മോദി എത്തുന്നു എന്ന ഉത്തരം സതീശൻ നൽകുന്നത്. എങ്കിൽ പിന്നെ നിങ്ങൾ രണ്ടുപേരും കൂടി CPM-ഉം ബി.ജെ.പിയും ചേർന്ന് അങ്ങ് ആഘോഷിച്ചോളൂ എന്നാണ് സതീശൻ ഇപ്പോൾ പറയുന്നത്. ഇനി സതീശൻ്റെ ഈ ചോദ്യങ്ങൾ കൂടി പിണറായി സർക്കാർ ഉത്തരം നൽകണം. ക്ഷണിച്ച സ്ഥലം MLA-യും MP-യും ഒക്കെ ചടങ്ങിൽ പങ്കെടുക്കും. പ്രതിപക്ഷ നേതാവിനെ ചടങ്ങിലേക്ക് ക്ഷണിച്ചിട്ടില്ല. 4ാം വാർഷികമായതുകൊണ്ട് വിളിക്കുന്നില്ലെന്നാണ് തുറമുഖ മന്ത്രി V.N. വാസവൻ മാധ്യമങ്ങളോട് പരസ്യമായി പറഞ്ഞത്. പ്രധാനമന്ത്രിയുടെ പരിപാടിയുടെ തലേ ദിവസമാണോ പ്രതിപക്ഷ നേതാവിന് ക്ഷണക്കത്തയക്കുന്നത് എന്ന് സതീശൻ ചോദിക്കുമ്പോൾ ഉത്തരമില്ല. പക്ഷേ പ്രതിഷേധങ്ങളെ മറച്ചുവയ്ക്കാനല്ലേ അവ്യക്തമായൊരു ക്ഷണക്കത്ത് തനിക്ക് അവസാന നിമിഷം നൽകിയതെന്ന് സതീശൻ ചോദിക്കുന്നു. എന്നിട്ടാണ് സതീശൻ പറയുന്നത് ഇത് ബി.ജെ.പിയും CPM-ഉം തമ്മിൽ ചേർന്ന് നടത്തുന്ന ഇടത് സർക്കാരിൻ്റെ 4ാം വാർഷിക പരിപാടിയുടെ ഉദ്ഘാടനമാണെങ്കിൽ അത് നിങ്ങൾ ചേർന്ന് നടത്തിക്കോ, ഞങ്ങളില്ലെന്ന്. ഇനി പിണറായി സർക്കാരിനെതിരെ ഇതുവരെ പുറത്തൊന്നും പറയാതെ കൊണ്ടുനടക്കുന്ന അഴിമതി ആരോപണങ്ങളിൽ കെട്ടഴിച്ചു വിട്ടിരിക്കുകയാണ് സതീശൻ. അതുകൂടി കേൾക്കണം, ഞെട്ടിപ്പോവും. കാരണം കേരളത്തിൽ ആരും ഇത് ഒരു കോൺഗ്രസ്സുകാരനും ഇതുവരെ പറഞ്ഞിട്ടില്ല. വിഴിഞ്ഞം പദ്ധതിയുടെ ക്രെഡിറ്റ് ഏറ്റെടുക്കാനാണ് മുഖ്യമന്ത്രി ശ്രമിക്കുന്നത്. പിണറായി വിജയനും CPM-ഉം പദ്ധതി യാഥാർത്ഥ്യമാകുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് ഏറ്റെടുക്കാൻ ശ്രമിക്കുന്നത് ലോകബാങ്കിൻ്റെ 140 കോടി രൂപ വകമാറ്റിയ ശേഷമാണെന്ന്. പണമില്ലാത്ത സർക്കാരാണ് ജനങ്ങളുടെ 100 കോടിയെടുത്ത് വാർഷികം ആഘോഷിക്കുന്നതെന്നാണ് സതീശൻ്റെ അടുത്ത ആരോപണം. 4ാം വാർഷികത്തിൽ അഭിമാനിക്കാനാകാത്ത ഒരു പദ്ധതിയും ഇല്ലാത്തത് കൊണ്ടാണ് വിഴിഞ്ഞം കടപ്പുറം കൂടി അതിൻ്റെ കൂടെ കൂട്ടിച്ചേർത്തതെന്ന് സതീശൻ പറയുന്നു. ഇത് നാണം കെട്ട് സർക്കാരാണെന്നാണ് സതീശൻ പറയുന്നത്. 15 കോടി മുടക്കിയാണ് മുഖ്യമന്ത്രിയുടെ ചിത്രങ്ങൾ ഹോർഡിങ്ങായി കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വച്ചിരിക്കുന്നതെന്ന് സതീശൻ പറയുന്നു. ആശാ വർക്കർമാർ സമരം തുടരുകയാണ്. സാമൂഹിക സുരക്ഷാ പെൻഷൻ ഇപ്പോഴും പകുതി വഴിയിലാണ്. കളക്ഷൻ ഏജന്റുമാർക്കുള്ള തുക കുടിശ്ശികയാണ്. ക്ഷേമനിധികൾ തകർന്നിരിക്കുന്നു. പണമില്ലാത്ത സർക്കാർ ഇപ്പോൾ കോടികളെടുത്ത് ധൂർത്ത് നടത്തുന്നതെന്നാണ് സതീശൻ്റെ ഏറ്റവും ഒടുവിലത്തെ ആരോപണം. തീർന്നില്ല. മുഖ്യമന്ത്രിയുടെ പടമുള്ള ചുവന്ന ബനിയൻ ധരിപ്പിച്ച് കുട്ടികളെ ലഹരി വിരുദ്ധ ക്യാമ്പയിൻ എന്ന് പറഞ്ഞ് തെരുവിലൂടെ നടത്തുന്നു. എന്തിനാണ് മുഖ്യമന്ത്രിയുടെ പടം അച്ചടിക്കുന്നത്? സർക്കാർ പണമെടുത്തുനിന്നാണ് സതീശൻ വീണ്ടും ചോദിക്കുന്നത്. സർക്കാർ 4ാം ഘട്ട നിലവാരത്തിലേക്ക് താണു എന്ന് സതീശൻ പറഞ്ഞതുകൊണ്ടാണ് അതുകൊണ്ടാണ് ഈ പരിപാടിയിൽ പങ്കെടുക്കാത്തതെന്ന് സതീശൻ വീണ്ടും ഓർപ്പിക്കുന്നു. വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനത്തിന് പ്രതിപക്ഷത്തെ ക്ഷണിക്കേണ്ടതില്ല എന്നത് സർക്കാർ തീരുമാനമാണെന്ന് നേരത്തെ തന്നെ സർക്കാർ വ്യക്തമാക്കിയതാണെന്നും സതീശൻ പറയുന്നുണ്ട്. അതിലൊരു പരാതിയുമില്ല, പരിഭവമില്ല. പിന്നെ വിഴിഞ്ഞത്ത് വന്ന കപ്പൽ കാണാനാണെങ്കിൽ ആദ്യത്തെ കപ്പൽ വന്നപ്പോൾ തന്നെ ക്ഷണിച്ചിരുന്നു. താൻ പോയി ആ കപ്പൽ അകവും പുറവും ഒക്കെ കണ്ടിരുന്നു. അത് മതി എന്നാണ് സതീശൻ പറയുന്നത്. പദ്ധതിയുമായി ബന്ധപ്പെട്ട് സർക്കാർ ചെയ്യേണ്ട ഒരു കാര്യവും ചെയ്യാതെ പദ്ധതി കേരളത്തിലേക്ക് കൊണ്ടുവന്ന ആൾക്കാരെ വിസ്മരിച്ച് അവിടെ പോയി നിന്ന് പടമെടുത്ത് പത്രത്തിൽ കൊടുത്ത് അതിൻ്റെ ക്രെഡിറ്റ് അടിച്ചെടുക്കാൻ ശ്രമിക്കുന്ന മുഖ്യമന്ത്രി ആ വേല അത് തനിക്ക് വേണ്ടെന്നാണ് സതീശൻ പറയുന്നത്. കേരളത്തിൽ ജനം വിഡ്ഢികളല്ലെന്ന് മുഖ്യമന്ത്രിയെ ഒന്നുകൂടി ഓർപ്പിക്കുന്ന സതീശൻ. പക്ഷേ സതീശൻ ഈ പറയുന്നതിനൊക്കെ ന്യായീകരണം സ്വന്തം പാർട്ടിയിൽ മറ്റാര് പിന്തുണയ്ക്കുമെന്നാണ് ഇനി അറിയേണ്ടത്. കാരണം ഈ പരിപാടി മുഖ്യമന്ത്രിയും ബി.ജെ.പിയും ചേർന്ന് നടത്തുന്ന പരിപാടിയാണോ എന്ന് കെ. സുധാകരൻ അടക്കമുള്ള മുതിർന്ന കോൺഗ്രസ് നേതാക്കളും കൂടി ഇനി വ്യക്തമാക്കണം. എന്തിനാണ് ഇതിന് വൈകലെന്നാണ് ഇപ്പോഴത്തെ ചോദ്യം.
നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 020-858-66511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.